എന്നാ റാഖിയുടെ ചോദ്യം, ആ റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട്, അല്ലാത്തതുണ്ട്. എന്നാ റാഖിയുടെ ചോദ്യം, ആ റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട്, അല്ലാത്തതുണ്ട്. അതിൽ സാലിഷ് പറഞ്ഞു, ഈ ഇലാജ് ചെയ്യുന്ന സമയത്ത് ഷിർക്കാകുന്നതും ഷിർക്കാകാത്തതുമായ 2 തരം ഇസ്തിയാനത്തുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതാണ് എന്ന് വ്യക്തമാക്കണം. അതിന്റെ മാനദണ്ഡം എന്താണെന്ന്. റാഖിന അത് ഞാൻ വിശദീകരിക്കാം. ആയതല്ലാത്തതും എനിക്കറിയാവുന്ന ആ വിഷയം ഞാൻ ആ മേഖലയിൽ ഞങ്ങൾക്ക് പറയാം. ഈ റാഖി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് ശിർക്കാവാന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആ വിഷയത്തിൽ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയെടുത്തോളം മുഗയ്യബാത്തുകൾ ചോദിച്ചാൽ ശിർക്കാണ്. എന്നാൽ ഉഖ്റുജ് യാ അദുവല്ലാ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിന്റെ അപ്പുറം വേറെ വേറെ ഉണ്ടോ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠന വിധേയാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടാണ് ശിർക്കായതും ശിർക്കല്ലാത്തതുമായിട്ടുള്ള കാര്യം. മുഗയ്യബാത്ത് ചോദിച്ചാൽ ശിർക്കായി. എന്നാൽ ഉഖ്റുജ് യാ അദുവല്ലാ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശിർക്കല്ല. ഇങ്ങനെയാണ് അതിന്റെ വേർതിരിവായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാലിസിനോടാണ് ചോദ്യം വന്നത്. ഒറ്റവാക്കിന് മറുപടി എന്താ? മുഗയ്യബാത്ത് ചോദിച്ചാൽ ശിർക്ക്, അല്ലെങ്കിൽ ശിർക്കല്ല. മതി, അൽഹംദുലില്ലാ. ഇതല്ലേ ഞാനും പറഞ്ഞത്. മുഗയ്യബാത്ത് ചോദിച്ചാൽ, അദൃശ്യമായ വഴിയിൽ ചോദിച്ചാൽ ശിർക്ക്. അതല്ലേ ഇത്രയും നേരം ആവർത്തി ഞാൻ പറഞ്ഞത്. അദൃശ്യമാർഗത്തിൽ ചോദിച്ചാൽ ശിർക്കാണ്. അല്ലാത്ത മാർഗത്തിലാണോ വസീലയാണ്? അല്ലാത്ത മാർഗത്തിലാണോ വസീലയാണ്? ഞാനും സമ്മതിക്കുന്നു. റാഖിയുടെ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്. റാഖിയുടെ ചോദ്യത്തിൽ ശിർക്കാവുന്നുണ്ടാവാത്തുണ്ട്. ഞാനും സമ്മതിക്കുന്നു. റാഖിയുടെ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്. റാഖിയുടെ ചോദ്യത്തിൽ ശിർക്കാവുന്നുണ്ടാവാത്തുണ്ട്. ഇനി ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോ. രണ്ടാ ഇസ്തിആനത്തും ബിൽ ജിൻ എന്ന് പറഞ്ഞ 2 മേഖലയുണ്ട്. ഒന്ന് റാഖിയുടെ മേഖല, റാഖിയുടെ കൗലുമായി ചോദ്യവുമായി അവന്റെ സുആലുമായി ബന്ധപ്പെട്ടിട്ട് ശിർക്ക് കടന്നു വരുന്നതും വരാത്തതുമായ വിഷയം.